ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ ഒരു എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവർക്ക് വേണമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാതെ നമ്മളിന്ന് ഡിസ്കഷനായിട്ട് പോകുന്നത് എങ്ങനെ നല്ല രീതിയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കണ്ടെത്താം. അതുപോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾ ഓപ്ഷനിൽ വെക്കുമ്പോൾ ഏതൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ആ കോളേജ് സെലക്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് പോലുള്ള പറ്റിയിട്ടുള്ള ഒരു റിസർച്ചിങ് വീഡിയോ ആണ് നമ്മൾ ആക്ച്വലി ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങളുടെ ലൈഫിലെ 4 വർഷം ഒരു കോളേജിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഏത് കോളേജാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഗുഡ് ക്വാളിറ്റി എഞ്ചിനീയർ ആയിട്ട് 4ാമത്തെ വർഷങ്ങൾ പുറത്തിറങ്ങുമ്പോൾ, അതുപോലെ തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു പ്ലേസ്മെൻറ്റിൽ അല്ലെങ്കിൽ നല്ലൊരു കമ്പനിയിൽ കയറുമ്പോൾ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാര്യം നമ്മുടെ ലൈഫിലെ 4 വർഷമാണ് നമ്മൾ ആക്ച്വലി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഉറപ്പായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ കോളേജസ് ചൂസ് ചെയ്യരുത്. സോ ഇതിൽ നമ്മൾ പറയാൻ പോകുന്ന കുറച്ച് സ്റ്റെപ്സുകൾ നിങ്ങൾ ഉറപ്പായിട്ടും ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളൊരു കോളേജ് ചൂസ് ചെയ്തു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അവിടുത്തെ അലൂമിനിനെ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ ചോദിക്കും, ഞാനിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഞാൻ എങ്ങനെ അലൂമിനെ കണക്ട് ചെയ്യാനാണ്? അതിന് ഞാനൊരു മാർഗം പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ബേസിക്കലി ഒരു ലിങ്ക്ഡിൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ലിങ്ക്ഡിൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു സോഷ്യൽ മീഡിയ ആണ്. അത് പ്രൊഫഷണൽസ് ഉള്ള സോഷ്യൽ മീഡിയ. അതിൽ റിസർച്ചേഴ്സ് ഉണ്ടായിരിക്കും, എഞ്ചിനീയേഴ്സ് ഉണ്ടായിരിക്കും, ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. സോ അതിലെല്ലാവരും പ്രൊഫഷണൽസ് ആയിരിക്കും. ആൻഡ് നിങ്ങൾ അവിടെ അതിൽ ചെന്നിട്ട് അതിൽ ടോപ്പിൽ ആക്ച്വലി ഒരു സെർച്ച് ബോക്സ് ഉണ്ട്. അവിടെ നിങ്ങൾ നിങ്ങളുടെ കോളേജിൻ്റെ പേരടിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ കോളേജിൽ പഠിക്കുന്നതും അതുപോലെ തന്നെ പഠിപ്പിക്കുന്നതും ആൻഡ് ദെൻ അവിടെ പഠിച്ചിറങ്ങിയ സീനിയേഴ്സിൻ്റെയും അലൂമിനീസിൻ്റെയും ഒക്കെ ലിസ്റ്റ് കിട്ടും. ലൈക്ക് അലൂമിനീസ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവരെ കണക്ട് ചെയ്തതിന് ശേഷം അവരോട് മെസ്സേജ് ചോദിക്കാവുന്നതാണ്. സോ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഒരു ലിങ്ക്ഡിൻ ഒന്ന് ചെക്ക് ചെയ്യുക ആൻഡ് ദെൻ ലിങ്ക്ഡിൻ ത്രൂ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ലിങ്ക്ഡിനും പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് ഡയറക്റ്റ്ലി നിങ്ങൾ DM ചെയ്തോ, ഞാൻ നിങ്ങൾ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. കാര്യം എനിക്ക് മിക്ക കോളേജിലോട്ട് കണക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആക്ച്വലി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. എനിക്ക് അതൊക്കെ സന്തോഷമുള്ള കാര്യമുള്ളൂ. സോ യു ക്യാൻ ആക്ച്വലി DM ടു മീ. ഓക്കെ. ആൻഡ് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ആ ഒരു കോളേജ്, അല്ലെങ്കിൽ അതെന്ന് പറയുന്നത് NIRF. ചിലപ്പോൾ നിങ്ങൾക്കൊരു ഒരു പുതിയ വാക്കായിരിക്കും. NIRF റാങ്കിൽ എത്രാമതാണ് ആ ഒരു കോളേജ് നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. അതായത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഇന്ത്യ തന്നെ അല്ലെങ്കിൽ അങ്ങനെ മിനിസ്ട്രി ഓഫ് ഇന്ത്യ തന്നെ ഇറക്കിയിരിക്കുന്ന ഒരു റാങ്കിങ് സിസ്റ്റമാണ് ഈ പറയുന്ന NIRF റാങ്ക് എന്ന് പറയുന്നത്. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റാങ്കിങ് സിസ്റ്റം. സോ ആ ഒരു ലിസ്റ്റിൽ എത്രാമതെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തേക്കുന്ന കോളേജ് എന്ന് നിങ്ങൾ നോക്കുക. ഓക്കെ. ആൻഡ് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു കോളേജിലുള്ള, അതായത് ആ ഒരു ഇപ്പോൾ നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്തു, ആ കോളേജിൻ്റെ വെബ്സൈറ്റ് ഒക്കെ എടുത്ത് നോക്കുക. ആൻഡ് അതിൻ്റെ അകത്ത് നിങ്ങൾ ആക്ച്വലി ഫാക്കൽറ്റീസ് നോക്കുക. ഫാക്കൽറ്റീസിൻ്റെ അതായത് എത്രത്തോളം എക്യുപ്ഡ് ആണെന്നുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നുണ്ടോ, റിസർച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഫാക്കൽറ്റീസ് ആണോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഒരു 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 വ്യൂ പോയിന്റ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ കിട്ടാൻ പോകുന്നത്. കാര്യം പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാം ആൻഡ് അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പല കോൺട്രിബ്യൂഷൻ ചെയ്യാം. സോ അങ്ങനത്തെ രീതിയിലൊക്കെ നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് അതിനുശേഷം നിങ്ങൾ നോക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് ബേസിക്കലി പ്ലേസ്മെൻറ്റ്സ് എന്ന് പറയുന്ന കാര്യം. ഇതിനെ പറ്റിയിട്ട് തന്നെയാണ് ആക്ച്വലി പല കുട്ടികൾക്കും ആക്ച്വലി ഒരു കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഇപ്പോഴും എങ്ങനെയാണ് ഈ പ്ലേസ്മെൻറ്റ് നോക്കുന്നത് പോലുള്ള കാര്യങ്ങളെ പറ്റി ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നിങ്ങളൊരു കോളേജ് സെലക്ട് ചെയ്ത് വെക്കുക, ആ ഒരു കോളേജിലെ പാസ്റ്റ് പ്ലേസ്മെൻറ്റ്സുകൾ നിങ്ങൾ നോക്കുക. അതായത് കഴിഞ്ഞ വർഷം അതിന് മുന്നേ ഉള്ള വർഷമുള്ള പ്ലേസ്മെൻറ്റ്സ് ഒക്കെ നോക്കാൻ നേരത്ത് ആ ഒരു പ്ലേസ്മെൻറ്റ് കാറ്റഗറി എന്ന് പറയുന്നത് ബേസിക്കലി എത്ര LPSലാണ് ആക്ച്വലി വരുന്നത്. മിക്കപ്പോഴും ആ LP കണക്ക് ആക്ച്വലി പുറത്തു വിടാറില്ല. എന്നാലും അവിടെ വരുന്ന കമ്പനീസിനെ നിങ്ങൾ നോട്ട് ചെയ്യുക. ആൻഡ് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ പ്ലേസ്മെൻറ്റിൻ്റെ പോസ്റ്റർ നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറേയധികം കുട്ടികളുടെ ഫോട്ടോസ് ഉണ്ടായിരിക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ആ കുട്ടികളുടെ താഴെ അവർ പ്ലേസ്ഡ് ആയിരിക്കുന്ന കമ്പനീസ് നോക്കുക. ഞാനിത് എന്താ പറഞ്ഞതെന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല ഇൻസ്റ്റിറ്റ്യൂഷൻസും, അതായത് പുറത്തുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസുകൾക്കും CSRF എന്ന് പറയുന്നത് ഒരു CSR എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അതായത് ഇന്ന പോലെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന്, അതായത് കോളേജിൽ നിന്ന് സ്റ്റുഡൻസിനെ എടുത്ത് ട്രെയിൻ ചെയ്തിട്ട് പിന്നെ പ്ലേസ്മെൻ്റ് ആക്കുന്നത്. അതായത് അതൊരു പ്ലേസ്മെൻറ്റ് സെൻറ്റർ ആണെന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് പറയാം. അപ്പോൾ പല കോളേജസും ഇത് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ടും പിള്ളേരെ പ്ലേസ്ഡ് ആക്കാറുണ്ട്. അപ്പോൾ അവിടെ ട്രെയിനിങ് കിട്ടുമ്പോൾ ഫ്രീ ആയിട്ട് ട്രെയിനിങ് കിട്ടും. സോ അവിടുന്ന് നമ്മൾ പിന്നെ പ്ലേസ്ഡ് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് ആയിട്ടൊരു കമ്പനിയിലേക്ക് കയറുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും നല്ലൊരു കാര്യം. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡയറക്റ്റ് ആയിട്ടുള്ളൊരു കമ്പനിയിലേക്ക് കയറുന്ന, അല്ലെങ്കിൽ അങ്ങനെ കയറ്റി വിടുന്ന ഒരു കോളേജ് ആണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ നോക്കുക. അല്ലാതെ നമ്മൾ ആ കോളേജിൽ നിന്ന് ഒരു പ്ലേസ്മെൻറ്റ് സെൻറ്ററിലോട്ടാണ് പിന്നെയും പോകുന്നതെങ്കിൽ
നമ്മൾ പിന്നെയും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ പിന്നെയും ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോയി പഠിക്കേണ്ട ഒരു സിസ്റ്റത്തിലേക്ക് മാറും. ചിലപ്പോൾ അവിടെ പ്ലേസ്മെൻറ്റ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെയും നമ്മൾ ആക്ച്വലി ബാക്കിലേക്ക് പോകാനുള്ള പല പല ചാൻസസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവിടെ വരുന്ന പ്ലേസ്മെൻറ്റുകൾ, പോസ്റ്ററുകളിൽ വരുന്ന ആ ഒരു ഹെഡ് അല്ലെങ്കിൽ ആ ഒരു ഇത് മാറ്റി വെച്ചിട്ട് ഓരോരുത്തരും കമ്പനീസിൽ തന്നെയാണോ, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല കമ്പനികളിൽ തന്നെയാണോ പ്ലേസ്ഡ് ആയിരിക്കും അവരുടെ കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പുവരുത്തുക. സോ അങ്ങനെയുള്ള കോളേജസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുക ലിസ്റ്റ് ചെയ്യുമ്പോൾ. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇത് നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഓപ്ഷണൽ രജിസ്ട്രേഷൻ വെക്കുക. വളരെ ചെറിയൊരു വീഡിയോ ആണ്, കാര്യം ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും യു ഷുഡ് ഡു ഇറ്റ്. ലൈക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ കുറച്ച് വർക്ക്സുകൾ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ കരിയറെ തന്നെ സേഫ് ആക്കി വെക്കുക ചെയ്യുന്നത്. അതായത് അടുത്ത 4 വർഷം അല്ലെങ്കിൽ ഒരു 3 വർഷം എന്ന് പറയുന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കാര്യമാണ് നിങ്ങളുടെ ലൈഫിൽ. സോ അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ നല്ലൊരു കാര്യം അല്ലെങ്കിൽ നല്ലൊരു സ്ഥലത്ത് നിന്ന് ഇൻവെസ്റ്റ് ചെയ്യാന്ന് ഉറപ്പുവരുത്തുക. സോ ഓൾ ദി ബെസ്റ്റ്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അലൂമിനിസിനെ കണക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും എനിക്ക് ഡയറക്റ്റ്ലി DM ചെയ്താൽ മതി, ഞാൻ ഉറപ്പായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ യു ക്യാൻ DM me ഫ്രീ. ഓക്കെ, ബൈ.